ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വൈകുന്നേരം തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഏത്തപ്പഴം ബ്രെഡൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ബ്രെഡ് ബോണ്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ബ്രെഡ് ബോണ്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏത്തപ്പഴത്തിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയും ഏലക്കപ്പൊടിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ തേങ്ങയും പഞ്ചസാരയും എല്ലാം ചേർത്ത് ഒന്ന് വിളയിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ ബോണ്ട റെഡിയാക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വളരെ ചെറിയൊരളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ചേർക്കാനായതുകൊണ്ട് ഒന്ന് വിളയിച്ച് വരുമ്പോൾ പഴം കുക്കായി വന്നോളൂല്ലോ. ഇതിന് ഒരുപാട് പഴുത്ത ഓവർ പഴുപ്പായിട്ടുള്ള ഏത്തപ്പഴം എടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന പഴമില്ലേ, ആ പാകത്തിലുള്ള പഴം എടുക്കുന്നതാണ് കേട്ടോ. ഓവർ പഴുപ്പായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പഞ്ചസാരയും ഒക്കെ ചേർക്കുമ്പോൾ മധുരം കൂടിപ്പോവും. അപ്പോൾ ഓവർ പഴുപ്പ് വേണ്ട. നമുക്കൊന്ന് പഴംപൊരിയുടെ പാകത്തിലുള്ള പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ബോണ്ട തന്നെ റെഡിയാക്കാം കേട്ടോ. ഇതുപോലെ ഇതിപ്പോൾ മധുരമുള്ള ബോണ്ടയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ബ്രെഡൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഫില്ലിങ്ങിൽ വ്യത്യാസം വരുത്താം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അവിലും തേങ്ങയും മാത്രം ചേർക്കാം, പഴം ഒഴിവാക്കാം. പക്ഷെ പഴം ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങ ഒഴിവാക്കിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം നമുക്ക്. പക്ഷെ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ട് പഴം റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കിയിട്ട് പഴവും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് വിളയിച്ചെടുത്തോളൂ. പിന്നെ കൂടുതൽ റിച്ച് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ആഡ് ചെയ്യാം. ആദ്യം നെയ്യിലൊന്ന് കാഷ്നട്ടും റൈസിൻസും ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് പഴം ചേർത്ത് ഇതുപോലെ വിളയിച്ചെടുക്കാം. പഴത്തിൻ്റെ കളർ ഒന്ന് മഞ്ഞയാവുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വൈകിട്ട് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പഴം ഡയറക്റ്റ് ബോൾസ് ആക്കിയിട്ട് പൊരിക്കാം. ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റും. അപ്പോൾ നമ്മൾ ബ്രെഡിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള മധുരം ഈ ഒരു പഴത്തിൽ ചേർക്കണം എന്ന് മാത്രം. ചെറിയൊരു അളവിൽ മധുരം ചേർത്താൽ മതി, ഒരുപാട് അളവിൽ മധുരം ചേർക്കേണ്ട. ബ്രെഡിനും കൂടെ ആവശ്യമായ ചെറിയൊരു അളവിലുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഴം മഞ്ഞ കളറായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മതി. ഒരുപാട് ഞാൻ അങ്ങോട്ട് തേങ്ങ ചേർത്ത് കുളമാക്കുന്നില്ല എന്നല്ല, എല്ലാവർക്കും തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനപ്പോൾ അധികം തേങ്ങ ചേർക്കുന്നില്ല. 1.5 ടേബിൾ സ്പൂൺ തേങ്ങയിൽ നിർത്തുകയാണ്. ഇനി ഇതൊന്ന് മിക്സായി വരണം. ആ തേങ്ങയിലേക്ക് ആ നെയ്യുടെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചു വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചതുണ്ടല്ലോ, ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണ് ഈ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഏലക്കയൊക്കെ പൊടിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല പലഹാരങ്ങളും ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഒരുപാട് സ്നാക്സിലാണെങ്കിലും പായസങ്ങളിലാണെങ്കിലും നമ്മളിതുപോലെ ഏലക്കപ്പൊടി ചേർക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ റെഡിയാക്കി വയ്ക്കുക. കുറച്ച് ഏലക്ക എടുത്തിട്ട് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. തേങ്ങയുടെ കളർ മാറിപ്പോകണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. 1.5 ടീസ്പൂൺ പഞ്ചസാര മതി. ബ്രെഡിനും കൂടി ചേർത്തിട്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര പറഞ്ഞിട്ടുള്ളത്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിൻ്റെ ചൂട് മാറിയിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. ചൂടോടുകൂടി ഫില്ല് ചെയ്യരുത്. ചൂടൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പഞ്ചസാര വേഗം മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ. വലിയ പീസ് പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക.
ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കാൻ എളുപ്പമല്ലേ. ഫില്ലിംഗ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ജോലിയൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. നിങ്ങളെന്തായാലും എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പഞ്ചസാരയൊക്കെ മെൽറ്റായി. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് വന്നിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാൻ മൈദപ്പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. നമ്മൾ മധുരം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടിയോ അതുപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട. നമുക്കിതിലേക്ക് വെള്ളം, ഉപ്പ് ഇത് രണ്ടും മാത്രം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരി മാവിനേക്കാൾ ഒരു പൊടിക്കും കൂടി ലൂസായിട്ടിരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക. പഴംപൊരി മാവിൻ്റെ അത്രയും തിക്കായിട്ട് വേണ്ട. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൊരിച്ചെടുക്കാം നമ്മുടെ സ്നാക്ക്. അധികം സമയം എടുക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാറ്ററൊക്കെ റെഡിയാക്കി വരുമ്പോൾ കുറച്ച് സമയം പോകില്ലേ. ഇതാകുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പൊരിക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചോളൂ. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള വെള്ളം ഒന്ന് എടുത്ത് വയ്ക്കുക. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എണ്ണയും ചൂടാക്കാൻ വെച്ചിട്ട് ഈ ബാറ്ററൊക്കെ റെഡിയാക്കിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അധികം സമയം വേണ്ട, വേഗം പൊരിച്ചെടുക്കാം. അതുകൊണ്ടാണ്. പിന്നെ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് തന്നെ പൊരിക്കണം എന്നില്ല, ബ്രെഡിൽ കവർ ചെയ്തിട്ട് പൊരിക്കാം. പിന്നെ ഇങ്ങനെ പൊരിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് പഴംപൊരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നമ്മുടെ ബ്രെഡ് മുക്കിയെടുക്കാനുള്ളതല്ലേ, ആ രീതിയിൽ ഒന്ന് വെള്ളം ചേർത്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചു. എണ്ണ ചൂടാക്കാൻ വെച്ചു. പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ബോൾസ് റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളതുകൊണ്ട് 5 ബോൾസാണ് റെഡിയാക്കുന്നത്. ബോൾസിന് പ്രത്യേകിച്ച് കറക്റ്റ് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കുക. ഒരുപാട് വലിയതാക്കി എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനാണല്ലോ. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലാക്കി എടുക്കുക. ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ബോൾസൊക്കെ റെഡിയാക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് ചെയ്തു തരും. നമുക്ക് അത്രയും ജോലി ഭാരം കുറയുകയും ചെയ്യും. പിന്നെ ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുമ്പോൾ ഉള്ളിലെ ഫില്ലിങ് ഏത്തപ്പഴമാണെന്ന് അറിയാതെ തന്നെ കഴിച്ചോളും. അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നൊരു രീതിയാണിത്. കുട്ടികളെ പഴമൊക്കെ കഴിപ്പിക്കാൻ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ 5 ബോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബോൾ കുറച്ച് വലിപ്പം കൂടുതലായിരുന്നു, അതൊന്ന് വലിപ്പം കുറച്ചെടുക്കാം. ലാസ്റ്റത്തെ ബോൾ ഇത്തിരി ചെറുതാണ്. അപ്പോൾ നമുക്കതൊന്ന് ഈക്വലാക്കി എടുക്കാം. ഇനി ഞാനൊന്ന് കൈ കഴുകിയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ബോൾസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, സാധാരണ വെള്ളം. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് പതുക്കെ ഡിപ്പ് ചെയ്യുക. ഒരുപാട് അങ്ങോട്ട് കുതിർന്നു പോവാതെ ഈ ബ്രെഡ് ഒന്ന് വേഗം തന്നെ എടുത്ത് പിഴിഞ്ഞ് മാറ്റുക. ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡ്സൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബോൾ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചെറിയ വലിപ്പത്തിലുള്ള ബോളായിരിക്കും കിട്ടുക. സൈഡ്സ് ഇപ്പോൾ കട്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് വലിയ ബോളാണ് കിട്ടുക. സൈഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈഡ്സ് കട്ട് ചെയ്യുന്ന കാര്യം പറയാതിരുന്നത്. ഇതുപോലെ ബോൾ റെഡിയാക്കിയിട്ട് നമുക്ക് ഈ പാനിലേക്ക് തന്നെ വയ്ക്കാം. അടുത്ത ബ്രെഡും എടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക. വേഗം തന്നെ പിഴിഞ്ഞെടുക്കുക. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് മാറ്റണം കേട്ടോ. സെയിം നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. ഏത്തപ്പഴം ബോൾ എടുത്തിട്ട് ഒന്ന് കവർ ചെയ്യുക. ഇതിപ്പോൾ കംപ്ലീറ്റ് കവർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈദയിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുമല്ലോ. അതുകൊണ്ട് കംപ്ലീറ്റ് കവർ ആവണം എന്ന് നിർബന്ധമില്ല. കവർ ചെയ്യാൻ പറ്റണം അത്രയും കവർ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ വലിയ ബോൾസ് ഉണ്ടാക്കേണ്ട ഏത്തപ്പഴത്തിൻ്റെ എന്ന് പറഞ്ഞത്. ഒരു മീഡിയം വലിപ്പമുള്ള ബോൾസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കട്ടെ. 3 ബോളും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ വലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഭാഗമാണ് എണ്ണയുടെ ചൂടുന്നുണ്ടെങ്കിൽ എണ്ണ വലിക്കില്ല കേട്ടോ.
അപ്പോൾ ഞാനൊരു ഡ്രോപ്പ് മാവ് ഒഴിച്ചു. കറക്റ്റാണ് ചൂട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കൈ കൊണ്ടും ചെയ്യാം, സ്പൂൺ ഉപയോഗിച്ചും ചെയ്യാം. ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സമയത്ത് 2 or 3 എണ്ണം ഇട്ട് കൊടുക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ ഒരെണ്ണം വീതം ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മഞ്ഞൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് കണ്ടോ, ഈ സൈഡ് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമതിട്ടതും തിരിച്ചിട്ട് കൊടുക്കാം. ഒട്ടി പിടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വിടിയിച്ചെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ എണ്ണ വലിക്കില്ല. എണ്ണയുടെ ചൂട് കറക്റ്റാണെന്നുണ്ടെങ്കിൽ എണ്ണ വലിക്കില്ല കേട്ടോ, അല്ലെങ്കിലാണ് എണ്ണ വലിക്കുക. അപ്പോൾ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയിട്ട് വേണം ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, തീരെ ലോ ഫ്ലെയിമിലും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ബർണറിലാണെങ്കിൽ ഫ്ലെയിം കംപ്ലീറ്റ് കുറച്ച് വെക്കണം. ഞാനിപ്പോൾ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇത് 2 സൈഡിലേക്കും തിരിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല വലിപ്പമുണ്ട്. ഒരു വ്യത്യസ്തതയുള്ളൊരു പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വൈകുന്നേരം 4 മണിക്ക് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമല്ലേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊമ്പും കോലൊക്കെ ഉണ്ടല്ലോ ഇതിൽ കിടക്കുന്നത്, അതിൽ നമ്മൾ ചെറിയ ഉപ്പ് ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കിയതുകൊണ്ട് ഇതൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ ചെറിയൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ പഴംപൊരിയുടെ മാവൊക്കെ ആണെങ്കിലും ഇതുപോലെ പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ കുറച്ച് പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതുപോലെ കൊമ്പും പാലൊക്കെ ആയിട്ട്. അതൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചില ആളുകൾക്ക് അത് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടത് ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോണ്ടാണ്, നമ്മുടെ ബ്രെഡ് കരിഞ്ഞു പോവും. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. കണ്ടോ, നല്ലൊരു അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതും റെഡിയായി വരുന്നുണ്ട്. ഇതും ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി ഇതെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ ഇടുന്ന ബോളിലേക്ക് പിടിച്ചു വരും. ഇതുപോലെ ഒന്ന് കോരി മാറ്റുക. അതിനുശേഷം നമുക്ക് അടുത്ത ബോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇതുപോലെ. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം എന്താ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.